ഹായ് ഫ്രണ്ട്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 3, 6, 9 എന്ന് പോകുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 7, 10, 13 എന്ന് പോകുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക? എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സമാന്തര ശ്രേണികളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. 3, 6, 9 എന്ന് പോകുന്ന ഒരു സമാന്തര ശ്രേണിയും പിന്നെ 7, 10 താഴേക്ക് എടുക്കാം. 7, 10, 13 എന്ന് പോകുന്ന ഇങ്ങനെ രണ്ട് സമാന്തര ശ്രേണികളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കിക്കേ. 6 - 3 അല്ലെ, രണ്ടാം പദം മൈനസ് ഒന്നാം പദം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പൊതുവ്യത്യാസം കിട്ടുക. അപ്പോൾ 10 - 7 ചെയ്യുന്നതും 6 - 3 ചെയ്താലും സെയിം തന്നെയല്ലേ ആൻസർ? കോമൺ ഡിഫറൻസ് ഇവിടെ രണ്ടിന്റെയും എത്രയാ വരുന്നത്? 3 വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ന്ന് എത്ര കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നതെന്ന് ആലോചിച്ചേ. 3ന്ന് എത്ര കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും? 4 കൂട്ടിയാൽ പോരെ? അതേപോലെ അടുത്ത നോക്കിക്കേ, 6ന്ന് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുന്നത്? 4 കൂട്ടണം. അതേപോലെ 9ന്ന് 13 കിട്ടാനും 4 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ 25 പദങ്ങളിലും ഇതേ ഒരു ക്രമം തന്നെ ആയിരിക്കില്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ശ്രേണികളുടെയും ആദ്യത്തെ 25 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഓരോന്നിലും നമ്മൾ 4 കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ 25 പദങ്ങളുണ്ട്. അപ്പൊ 4 എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും? എത്ര പ്രാവശ്യം ആഡ് ചെയ്യേണ്ടി വരും? 25 പ്രാവശ്യം 4 ആഡ് ചെയ്യണം അല്ലെ? 25 പ്രാവശ്യം 4 ആഡ് ചെയ്യണതും 25 × 4 ചെയ്യണതും ഒന്ന് തന്നെയല്ലേ? അപ്പൊ 25 × 4 ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക. 25 × 4 എത്രയാ? 100. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ട് സമാന്തര ശ്രേണികൾ തരും. അപ്പൊ അതിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കുക. ആദ്യം തന്നിരിക്കുന്നത് രണ്ടാമത് തന്നിരിക്കുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെയാണെങ്കിൽ 3, 6, 9 ആദ്യത്തെ സമാന്തര ശ്രേണി. 7, 10, 13 രണ്ടാമത്തെ സമാന്തര ശ്രേണി. 3ന്ന് 7 കിട്ടാൻ എത്ര കൂട്ടി? 6ന്ന് 10 കിട്ടാൻ എത്ര കൂട്ടി? 9ന്ന് 13 കിട്ടാൻ എത്ര കൂട്ടി? എല്ലാം ഒരേ വാല്യൂ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? +4. അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ആണ് ഉള്ളത്. അപ്പം എത്ര പ്രാവശ്യം നമ്മളിവിടെ 4 കൂട്ടിയിട്ടുണ്ട്? അത് നോക്കിയാൽ മതിയല്ലോ വ്യത്യാസം അറിയാം. അപ്പൊ 25 പ്രാവശ്യമാണ് 4 കൂട്ടിയിരിക്കുന്നത്. അപ്പൊ 25 × 4 100 ആയിരിക്കും ഇവിടത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ആദ്യം തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ 25 പദങ്ങളുടെ തുകയും അതുപോലെ രണ്ടാമത് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ 25 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം 100. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇതിന്റെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.